എല്ലാവരും കയറി തോന്നുന്നു അല്ലേ. ഇന്ന് എത്ര പേർക്ക് നഷ്ടം വന്നു? ആർക്കെങ്കിലും ലോസ്? എത്ര പേർക്ക് ലോസ് വന്നു? എടുത്തില്ല, ബ്രേക്ക് വേണം. ജിൻസന് ലോസ് ആണോ? അതെ സാർ, എനിക്കിന്ന് ലോസ് ആണ്. വലിയ ലോസ് ഉണ്ടോ? വലിയ ലോസ് ഉണ്ട്. അതെ, കുഴപ്പമില്ല. എത്ര വന്നു? അത് ഞാന് സാറിന്റെ കോളല്ല, ഞാന് ആ 236 ബ്രേക്ക് ചെയ്തപ്പോ അങ്ങോട്ട് ചാടിക്കയറി എടുത്തു ക്വാണ്ടിറ്റി കൂട്ടിട്ട്. 236 ബ്രേക്ക് ചെയ്തില്ലല്ലോ, അടുത്തുവരെ വന്നല്ലേ ഉള്ളൂ. അല്ല, ക്ലോസ് ക്യാൻഡിലിന് ക്ലോസ് കിട്ടിയില്ല. ക്ലോസ് കിട്ടിയില്ല. ക്ലോസ് കിട്ടിയില്ല. ഞാൻ വിചാരിച്ചത് അത് താഴെ അങ്ങ് പോകുന്നു, ചാടിക്കയറി എടുത്തു. അല്ല, അത് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെയും പറഞ്ഞില്ലേ, ക്ലോസ് ചെയ്തില്ലെങ്കിൽ. ഇന്നലത്തെ ഓർക്കുന്നുണ്ടോ? അവിടെ നിന്നാണ് കറക്റ്റ് കയറി പോന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം. ഈ ക്ലോസ് ചെയ്യാത്ത ക്യാൻഡിൽ വലിയ ഡേഞ്ചറാണ്. മുന്നേ നമ്മൾ ആ ക്യാൻഡിലിനെ പറ്റിയിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ട്, ഓർക്കുണ്ടോ അൻവറേ? നമ്മൾ ചെയ്തിട്ടുണ്ട്. റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ സോണുകളിൽ നിന്ന് റിജക്ഷൻ. ഇവിടെ നോക്കിയാൽ കാണാം, കണ്ടില്ലേ? 23,857 എന്നുള്ളതിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറാണ്. ഞാനത് ഇത്തിരി കൂടി ഇറക്കി താഴേക്ക് വെച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇപ്പം എനിക്ക് ആക്ച്വൽ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 26,857. ഞാനത് കുറച്ചുകൂടി താഴ്ത്തി 23,26 വെച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യട്ടെ എന്നുള്ള ഇതിന് തന്നെയാണ് വെച്ചത്. അത് വെക്കാൻ കാരണം അതാണ്. അപ്പോൾ ഇന്നലെയും ഇതേ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കണ്ട ജിൻസ? ചെയ്തില്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വേണം എടുക്കണം എന്നുള്ളത്. നമ്മുടെ ലൈവിൽ ഇരിക്കുന്ന സമയമാണ് ഇത്. ഇതൊരു ഏരിയ ഓർക്കണ്ട? അതെ, ഞാൻ പറഞ്ഞു. ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത്, കാരണം നോക്കിയാൽ വലിയൊരു വീഴ്ച വന്നിട്ട് ഇത് നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇത് ക്ലോസ് ചെയ്യണം എന്നുള്ളത്. കാരണം അത് നല്ലൊരു സോണാണത്. നോക്കിയാൽ കാണാം, എവിടെയാണ് വരച്ചിരിക്കുന്നത്. നല്ലൊരു സോണിലാണ് നിൽക്കുന്നത്. ഏത് സോണിലാണ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം. ഇത് നമ്മുടെ എക്സ്ട്രീം ലെവലിലുള്ള അല്ലേ, എക്സ്ട്രീം ലെവലിലുള്ള ലാസ്റ്റ് 2 ക്യാൻഡിൽ വന്നിട്ട് ഹീറ്റ് ചെയ്തല്ലേ അല്ലേ നിൽക്കുന്നുണ്ടോ? അപ്പോൾ അത് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അവിടെ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അത് ഇപ്പോൾ ഇവിടെ അതാണ് സംഭവിച്ചത്, കണ്ടില്ലേ? റിജക്ഷൻ വന്നു. ഇതിൽ നിൽക്കുന്നത് ഇവിടെയും ഒരു എക്സ്ട്രീം ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ, ഞാൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറഞ്ഞതായിരുന്നു, ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കാനുള്ള സാധ്യത. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് അല്ലേ. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഇത് തന്നെ വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മുടെ എടുത്ത് കുറച്ചുകൂടി താഴ്ത്താണെന്ന് തോന്നുന്നത്. 30 അത്രയാണ്ട് എടുക്കുന്നത്. ഇപ്പോൾ തന്നെ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇതിവിടെ നടക്കുന്നതും കണ്ടില്ലേ? നല്ല സ്ട്രോങ് ഏരിയയിലാണ്. ഇപ്പോൾ നേരത്തെ സർഫാസ് പറഞ്ഞ സ്ട്രോങ് ഏരിയയിലാണ്. കുറച്ച് താഴത്തേക്ക് നമുക്കൊരു ഫസ്റ്റ് ടി പി ഒക്കെ കിട്ടിയേനെ. അത് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ടി പി ഒക്കെ ഇതിലൊക്കെ വന്ന ഫസ്റ്റ് ടി പി ഒക്കെ കിട്ടിയേനെ നമുക്ക് ഫോക്കസ് ചെയ്യണം. പക്ഷേ പ്രശ്നം വന്നിരുന്നത് എന്താ വെച്ചാൽ വലിയ സ്റ്റോപ്പ് ലോസ് ആണ് പ്രശ്നം വന്നിരുന്നത്. ഇത്രയും സ്ട്രോങ് ഒരു ഏരിയയിൽ നിന്ന്, കാരണം ഇത്രയും സപ്ലൈ നടന്ന ഒരു ഏരിയയിലേക്ക് വീണ്ടും എത്തുന്ന സമയത്ത് എന്തായാലും ഒരു സിങ് ക്രിയേറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. ഇപ്പോഴും സിങ് ക്രിയേഷൻ നടന്നിട്ടില്ല. അപ്പോൾ സിങ് ക്രിയേഷന് വേണ്ടിയിട്ട് കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങി കിട്ടിയാനത്. പക്ഷേ ഇവിടെ വെച്ചിട്ട് ഒരിക്കലും ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് ക്വാണ്ടിറ്റി എടുക്കുക. നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കുന്നു സോണുകളെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചും. അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് സോണിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും പറയാം. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും പറയാം. ഓക്കെ, അപ്പോൾ അത് ജിൻസിനോട് മാത്രമല്ല ബാക്കിയുള്ള ആളുകളോടും. അതുകൊണ്ടാണ് ആദ്യ തവണ ഞാൻ പറഞ്ഞത് 23-26 താഴെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. കറക്റ്റ് തൊട്ടടുത്ത് വന്നിട്ടാണ് പോയി 23-26. രണ്ടാമത്തെ തവണ എന്ത് ചെയ്തു? അത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്ന സമയത്തും അത് വരും എന്നുള്ള കാണിച്ചത്. ഇപ്പോൾ 15 മിനിറ്റിൽ അല്ലെങ്കിൽ 5 മിനിറ്റിലൊക്കെ നോക്കുന്ന ഷാർപ്പായിട്ട് വീണിരിക്കുകയാണ് അല്ലേ? ഷാർപ്പായിട്ട് വീണതാണ്. ഷാർപ്പായിട്ട് വീണാണത്, കണ്ടില്ലേ? ഇങ്ങനെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, കഴിഞ്ഞു. ഇങ്ങനെ കാര്യം വന്നു കഴിഞ്ഞാൽ നോക്കണ്ട. ഇതെന്ത് ചെയ്യും? ഇത് അതിൻ്റെ ഒരു എൻഡ് വരെ, അടുത്തൊരു എൻഡ് വരെ സഞ്ചരിക്കും. എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ സഞ്ചരിക്കും. തൽക്കാലം ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. അതൊരു പക്ഷേ അവിടെ വരെ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് വരാൻ ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ടാണ് അവിടെ വരെ എത്തിയത്. അപ്പോൾ ഇനിയും അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയും നേരത്തെ ഒരു കൺസോൾട്ടേഷനാണ്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇപ്പോഴും അതിനൊരു ഉറപ്പ് പറയാനായിട്ടില്ല. ഇനി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്താണ്? ഇത് ബ്രേക്ക് ചെയ്യണം. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്താണ്? തൊട്ടടുത്ത് തന്നെ ഒരു നല്ല ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. കാരണം അതിപ്പോൾ അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആയല്ലോ, കണ്ടില്ലേ? നല്ലൊരു അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആയി. എനിവേ നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ലോസ്, വലിയ ലോസ് ഉണ്ടോ? എത്ര ഡോളറിന്റെ ലോസ് ഉണ്ട്? 800 എന്നുള്ള കളി നടക്കുന്നത്. കുഴപ്പമില്ലല്ലോ, അതിൻ്റെ ഒക്കെ സെറ്റ് അല്ലേ? ഒരു കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, കിട്ടും.
ഇപ്പൊ ചെറുതാക്കി പറഞ്ഞ പോലെ 800 ഇപ്പൊ രണ്ട് വിധത്തിൽ ഇപ്പൊ ജിൻസിനെ 800 ഉണ്ടാക്കാം. ഒന്നല്ലെങ്കിൽ നല്ലൊരു ട്രേഡിൽ 800 ഉണ്ടാക്കാം, അല്ലെങ്കിൽ പറഞ്ഞാൽ സ്കാൽപ്പ് ചെയ്തോ ഒരു 3-4 ട്രേഡ് സ്കാൽപ്പ് ചെയ്ത് 200 അല്ലെങ്കിൽ 300 വെച്ചിട്ട് 3-4 ട്രേഡ് സ്കാൽപ്പ് ചെയ്താലും അത് ഉണ്ടാക്കാവുന്നുള്ളൂ. നല്ല ട്രേഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പൊ അതൊന്നും വലിയ പ്രോബ്ലം അല്ല. ക്യാപിറ്റൽ ഉള്ളിടത്തോളം കാലം അത് പ്രോബ്ലം അല്ല, ഇല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലമാണ്. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം. ഇത് കുറച്ചുകൂടി താഴത്തേക്ക് വരാനുള്ള സാധ്യത. പക്ഷേ ഈ ഒരു ഏരിയ ഇപ്പൊ ഞാൻ വരച്ചൊരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് കഴിഞ്ഞ ട്രേഡ് അല്ലേ, അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോ നമുക്ക് ട്രേഡ് കിട്ടിയ ട്രേഡ് ഇത് സംഭവിച്ചു. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ആദ്യം സംസാരിക്കാം. എന്നിട്ട് ഞാൻ 2 ട്രേഡ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രേഡ് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എടുക്കാനുള്ള കാരണം ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ നോക്കി കഴിഞ്ഞ ഒരു ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എടുക്കാനുള്ള കാരണങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ. എടുക്കാനുള്ള കാരണം എന്താണ്? ഞാൻ കാലത്ത് അനാലിസിസ് ചെയ്ത് എടുക്കാനുള്ള കാരണം എന്താണ്? റെസിസ്റ്റൻസ് എന്നുള്ള റിജക്ഷൻ ആണോ? സ്ട്രോങ് റെസിസ്റ്റൻസ്. ഒന്ന് സ്ട്രോങ് റെസിസ്റ്റൻസ്. എങ്ങനത്തെ റെസിസ്റ്റൻസ് ആണ് ഞാൻ കാണിച്ചു തരാട്ടോ. ഞാനിപ്പോൾ അനാലിസിസ് ചെയ്യുന്നൊക്കെ നിങ്ങൾ കാണാറുണ്ടെന്ന്. ഇതെന്താണ്? ഹയർ ഹൈ ആണോ? അല്ലേ, ഹയർ ഹൈ ആണ്. ഇത് ഹയർ ലോ ആണ് അല്ലേ? ഹയർ ഹൈ ആണ്, ഹയർ ലോ ആണ്. സിമ്പിൾ ആണ് കാര്യം. ഹയർ ഹൈ ആണ്, ഹയർ ലോ ആണ്. ഇനി ഞാനത് ഇതിനെ വേറൊരു ഇതിലേക്ക് വിടാം. ഹയർ ഹൈ ഇതെന്ത് വരും? ഇത് ലോവർ ലോ ആയിട്ട് വരും അല്ലേ? ലോവർ ലോ ആയിട്ട് വരില്ലേ അല്ലേ? ലോവർ ലോ ആയിട്ട് വരും. ലോവർ ലോ ആയിട്ട് ഞാനിത് ഇങ്ങനെ അനാലിസിസ് ചെയ്യുന്നതിന്റെ മറ്റൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊക്കെ അപ്പോൾ പറയാറില്ല എന്ന് മാത്രം. ലോവർ ലോ ആയിട്ട് വരും. നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിനെ നടന്നിട്ടില്ല, ഇതിനെ ബ്രേക്ക് നടന്നിട്ടില്ല. ഈ ഒരു ഏരിയനെ ഇപ്പൊ മുന്നേ നടന്നിട്ടില്ല, എപ്പോഴും നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന സിഗ്നൽ ഇനി എന്തായിരിക്കും? ഹയർ ഹൈ, ഹയർ ഹൈ, ഹയർ ഹൈ, ഹയർ ലോ ആയിരിക്കും. കാരണം ഇവിടുന്ന് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് ഇല്ലേ? ഇവിടുന്ന് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടോ? മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടിട്ടുണ്ടോ? രണ്ടാമത് പറയാണ് കേട്ടോ. മാർക്കറ്റ് സ്ട്രക്ചർ കാണുന്നിട്ടുണ്ടോ? ഇവിടുന്ന് ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്? മൈനർ ഷിഫ്റ്റുകളാണത് അല്ലെ? മൈനർ ഷിഫ്റ്റുകളല്ലത് ആണോ? അല്ലെ, മൈനർ ഷിഫ്റ്റുകളാണ്. മൈനർ ഷിഫ്റ്റുകളാണ്. ഇത് വേറത്. ഇത് ഇവിടെ ഹയർ ഹൈ ഞാൻ മാറ്റാണ് കേട്ടോ. സോറി, ഇവിടെ ഹയർ ഹൈ മാറ്റാണ്. ഇത് ലോവർ ഹൈ ആണ് കേട്ടോ. ഹയർ ഹൈ അല്ല, ലോവർ ഹൈ ആണ്. ഇതാണ് ആക്ച്വലി ലോവർ ഹൈ. എന്തുകൊണ്ടാണ് ഇതാണ് ആക്ച്വലി ലോവർ ഹൈ? ഇതെല്ലാം ഹയർ ഹൈ, മൈനർ ഹയർ ഹൈകളാണ്. ഇതെന്താണ്? ഇതൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് 2 രീതിയിൽ കാണിച്ചു തരാം. ഇന്ന് കാലത്ത് ഒരു ട്രേഡിന്റെ കാര്യം പറഞ്ഞു, ഇതിന് ബന്ധപ്പെട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്തില്ലേ? ഇത് ബ്രേക്ക് നടന്നോ? ലാസ്റ്റത്തെ ലോ ബ്രേക്ക് നടന്നു. ലാസ്റ്റത്തെ ബ്രോ നടന്നു, ബ്രേക്ക് ചെയ്തു. ഇതിനെ ബ്രേക്ക് ചെയ്തു. ഇതിനെ എന്ത് ചെയ്തു? റീടെസ്റ്റ് ചെയ്തു അല്ലേ? മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിനെ റീടെസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു സർക്കിള് കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി ഈ ഒരു സർക്കിൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്താണ് അടുത്ത സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതിനെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഏറ്റവും സ്ട്രോങ് ആയിട്ട് റീടെസ്റ്റ് ചെയ്യേണ്ട ഏരിയ ഏതാണ്? ഇതല്ലേ ഏറ്റവും സ്ട്രോങ് ആയിട്ട് റീടെസ്റ്റ് നടക്കുന്ന ഏരിയ ആണോ? അതെ. കാരണം ഹൈന് ഇവിടെ ഇപ്പൊ ലോയിനല്ലേ നടന്നത്. ലോയിലാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് സ്ട്രോങ് എന്ന് പറയാൻ കാരണം, ഏറ്റവും സ്ട്രോങ് ഏരിയ ഇതെന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ ബയേഴ്സ് കൂടുതലാണ്, തിരിച്ച് അതുപോലെ തന്നെ ഇവിടെ സെല്ലേഴ്സ് കൂടുതലാണ്. ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ കാര്യം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? സിനാനെ പറഞ്ഞിട്ടില്ലേ? വീഡിയോ കണ്ട ആളുകളൊക്കെ കണ്ടില്ലേ? ഇവിടെ എന്താണ്? സെല്ലേഴ്സ് കൂടുതലാണ്, ഇവിടെ ബയേഴ്സ് കൂടുതലാണ്. അപ്പൊ എന്ത് സംഭവിക്കാം? നമുക്ക് ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്തൂടെ? ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അടുത്തെന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്താല് എന്ത് ചെയ്യാം? നമുക്കൊരു വൈയും എക്സ്പെക്ട് ചെയ്യാം. എവിടെ വരെ ചെയ്തൂടെ? ഹയർ ഹൈ വരെ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയ ഏതാണ്? നമുക്കിത് ഇവിടെ റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ഇല്ലേ? ഒരു ക്ലിയർ ഏരിയ അല്ലേ? ഇത് റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയ അല്ലേ സിനാൻ? അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? 2 ഏരിയ കിട്ടിയിട്ടുണ്ട്. റീടെസ്റ്റ് ചെയ്യാത്ത 2 ഏരിയ കിട്ടി. ഇപ്പൊ എന്താ തോന്നുന്നത് സിനാൻ? എൻട്രി എടുത്ത് കറക്റ്റ് ആണോ അല്ലയോ? കറക്റ്റ് ആണ്. ഒന്ന് കറക്റ്റ് ആണ്. ഒന്ന് കറക്റ്റ് ആണ്. SMC ICT ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാം പഠിക്കുന്നുണ്ടല്ലേ? SMC പഠിക്കുന്നുണ്ട്, ICT പഠിക്കുന്നുണ്ട്, എല്ലാം ഇതിൽ പഠിക്കുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത്. എന്നാൽ ഈ ഒരു ട്രേഡിന്റെ പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇത് 50-50 ട്രേഡാണ് ആണോ? എന്തുകൊണ്ടാണ് 50-50 ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോ ബ്രേക്ക് ചെയ്തിരുന്നോ? ലോ ബ്രേക്ക് ചെയ്തില്ല. ഒക്കെ റീടെസ്റ്റ് ആണ്. ഇവിടെയാണ് വന്നിരിക്കുന്നത്, റീടെസ്റ്റ് ആണ്. ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു 50-50 നമ്മൾ എടുക്കണ്ടെന്ന് പറയില്ല. അതുകൊണ്ട് എടുക്കണ്ടെന്ന് ഞാൻ 50-50 പറയില്ല. കാരണം എന്താ വെച്ചാൽ 50-50യിലും ഇതൊരു സ്ട്രോങ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ
ഇംബാലൻസ് തന്നിട്ടുണ്ട് ഇല്ലേ? തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? SMC പ്രകാരം മിറ്റിഗേറ്റ് ചെയ്യാത്ത ഓർഡർ ബുക്ക് തന്നിട്ടുണ്ട് ഇവിടെ. തന്നിട്ടുണ്ടോ? തന്നിക്കണേ. അപ്പൊ പിന്നെ നമുക്ക് എടുത്തൂടെ? 50-50 ആണ്. പക്ഷെ എന്താണ്, അവിടെ നിന്നും റിവേഴ്സിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിവേഴ്സിൽ വരാനുള്ള സാധ്യത അതാണ് ഇപ്പൊ കാണിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ 4 മണിക്കൂറിന്റെ ക്യാൻഡിൽ എന്താണ്, അനങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന്റെ സ്ട്രെങ്ത് കാണിക്കല്ലേ, എത്രത്തോളം പവർഫുൾ ആണ് ആ ഏരിയ എന്നുള്ളത് കാണിക്കല്ലേ. എന്നാൽ ഇത് 50-50 ഇതിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ഇത് 50-50 എന്നുള്ളതാണെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും? 50-50 എന്നുള്ള ഒരു പക്ഷേ നമ്മൾ 75-25 ആയിരിക്കും ഇവിടേക്ക് എത്തുന്ന സമയം, അല്ലേ? 75-25 ആയിരിക്കും. ഇത് ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്താണ്? ഇതാണ്, അല്ലെ? ഇതിന്റെ ലോ ആണ്, ഡെഫിനറ്റ്ലി ലോ ആണ്. കാരണം എന്താണ്, ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇതുപോലെ തന്നെ പറഞ്ഞാൽ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ റിജക്ഷൻ സോൺ ബ്രേക്ക് ചെയ്തിട്ട് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് നെക്സ്റ്റ് എവിടെ സഞ്ചരിക്കും? മിനിമം ടാർഗറ്റ് നമുക്ക് ഇതാണ്. മിനിമം ടാർഗറ്റ് ഇതാണ്. ഇപ്പൊ ലാസ്റ്റ് റീടെസ്റ്റ് ഏരിയയാണ് മിനിമം ടാർഗറ്റ്. ഈ ഒരു അനാലിസിസ് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടാവും, കാരണം ഇതിൽ കുറെ കൺസെപ്റ്റും ടേംസും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കും. എന്നാൽ നമ്മളിവിടെ സ്കാൽപ്പ് ചെയ്യുകയാണെങ്കിലോ, നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടി മാറേണ്ട സമയം കഴിഞ്ഞിരുന്നു, അല്ലെ? സ്റ്റോപ്പ് ലോസ് ഒന്നും അടിക്കില്ലായിരുന്നോ? അടിക്കായിരുന്നോ? എത്ര 27 അല്ലെങ്കിൽ വന്നത് 27 26 എത്ര എക്സിറ്റ് ചെയ്തത്? സിനാൻ എക്സിറ്റ് ചെയ്ത് 27. ഇതിവിടെ വന്നു, ഇതിവിടെ 1 അവറിൽ വന്നു. ഞാനിപ്പോ 5 മിനിറ്റ്സിലോട്ട് മാറ്റി. 5 മിനിറ്റ്സിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് 1 അവറിൽ വന്നതിൽ നമുക്കറിയാം ഇത്രയും സ്ട്രോങ് ഒരു ഏരിയ ആണ്. അവിടുന്ന് റിജക്ഷൻ 3 ക്യാൻഡിൽ റിജക്ഷൻ വന്ന സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു, 3 ക്യാൻഡിൽ റിജക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു 3ാമത്തെ ക്യാൻഡിൽ 2ാമത്തെ ക്യാൻഡിൽ എൻട്രി വെച്ച് ഇതിൽ ഇരിക്കുകയാണെങ്കിൽ സ്കാൽപ്പിംഗ് നമുക്ക് കിട്ടി, ഇല്ലേ? സ്കാൽപ്പിംഗ് കറക്റ്റ് കിട്ടും നമുക്കത്. കാരണം വെച്ചാൽ നെക്സ്റ്റ് സപ്പോർട്ടിലേക്ക് നമ്മൾ വെച്ചു, സ്കാൽപ്പിംഗ് നമുക്ക് കിട്ടി സ്കാൽപ്പ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഈ ഒരു ഏരിയയിൽ, ഇങ്ങനെയുള്ള ഏരിയ ഞാൻ മുന്നും പറഞ്ഞിട്ട്, ഇങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ഷൻ ഓർ റിജക്ഷൻ രണ്ടും രണ്ടാണ്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് അതിന്റെ സ്ട്രെങ്ത് കാണിക്കാൻ കിട്ടുന്നതാണ് റിയാക്ഷൻ. റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത്തും കാണിക്കും, പ്ലസ് റിവേഴ്സലും വരും, അതിന്റെ റിയാക്ഷൻ വരും. ആ റിയാക്ഷൻ വരികയാണെങ്കിൽ നമുക്കിത് കിട്ടിയതാണ്. ആക്ച്വലി നമുക്കിത് കിട്ടിയതാണ്, ഏകദേശം ഒരു 50 പീപ്പോളം കിട്ടിയതാണ്. പോട്ടെ, നമ്മളെന്താണ്, നമ്മളിപ്പോൾ അതിൽ നിന്ന് കൂട്ടുന്നില്ല. പക്ഷെ ഈ ഒരു എൻട്രി ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ, ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എന്ത് തന്നത്? നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ തന്ന സമയത്താണ് നമുക്ക് ടെൻഷൻ കൂടിയത്. ഇത് റിവേഴ്സലിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. ഈ ഒരു ക്യാൻഡിൽ നേരത്തെ ജിൻസൺ പറഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, അടുത്തൊരു ഏരിയയിലേക്ക് പോകാന്നുള്ളതാണ്. ഫസ്റ്റ് TP ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് TP വെച്ചിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ അറിയാം. ഫസ്റ്റ് TP വെച്ചത് ഇതാണ്. സെക്കൻഡ് TP അതിന്റെ അടിയിൽ വെച്ചു. തേർഡ് TP അതുപോലെ തന്നെ സിംഗിന്റെ ഇതിൽ വെച്ചു. ഫോർത്ത് TP ഞാൻ ഇതിന്റെ അടിയിൽ വെച്ചു. ഇവിടെ വരെ 4th TP വെച്ചിട്ടുള്ളൂ. 5th TP ഞാൻ ഇതാണ് ലാസ്റ്റ് TP എന്നുള്ള ലെവലിൽ ഞാൻ ഇതിലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ വെച്ചിരുന്നു ലാസ്റ്റ് TP. ഇങ്ങനെ വെച്ചാൽ നോക്കേണ്ടി വരും. ഇതാണ് വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു എൻട്രി കുറച്ച് സാഹസികത, അഡ്വഞ്ചർ കൂടുതലാണ് എൻട്രിയിൽ. ഐ മീൻ അതാണ് 50-50 എന്ന് പറഞ്ഞത്. സാഹസികത കുറച്ച് കൂടുതലാണ്. പക്ഷെ സക്സസ് ആവുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന പ്രോഫിറ്റ് വലിയൊരു പ്രോഫിറ്റ് ആയിരുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, എൻട്രി നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. കാരണം എന്താണ്, അതിന്റെ സ്ട്രെങ്ത് ഇവിടെ മാർക്കറ്റ് നല്ല സ്ട്രെങ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് എടുക്കാനുള്ള പേടി, താഴോട്ടേക്ക് എടുക്കാനുള്ള പേടി. കാരണം എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഇവിടെ മുഴുവനുള്ള സകല ഓർഡേഴ്സും പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിന്റെ പവറാണ് ഇതിന് ശേഷമുള്ള കൺസോൾട്ടേഷൻ. ഈ ഒരു ക്യാൻഡിലിന്റെ പവർ, സിംഗിൾ ക്യാൻഡിലിന്റെ പവറാണ് ഇതിന് ശേഷമുള്ള കൺസോൾട്ടേഷൻ മുഴുവൻ. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഈ കൺസോൾട്ടേഷനിൽ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അത് എടുക്കാൻ പറയാതിരുന്നു. എനിവേ, ഇതാർക്കെങ്കിലും മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് പറയുന്ന സമയത്ത് മനസ്സിലാവില്ലല്ല, അതിനെ ആക്ച്വലി ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. പറയുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് സാറേ. ഉൾക്കൊള്ളൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം അത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പൊ എനിക്കൊരു പക്ഷെ സിമ്പിളായി തോന്നുന്നത് അത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പൊ സിനാ നേരത്തെ പറഞ്ഞാൽ ഇത് തന്നെയല്ല SMC എന്ന് പറഞ്ഞ പോലെ തന്നെ SMC ഇത് തന്നെയാണ്, ICT ഇങ്ങനെ തന്നെയാണ്. അതിൽ കുറച്ച് കൺസെപ്റ്റുകൾ ഞാൻ പറയാതെ വെച്ചിട്ടുണ്ട്. അത് പറയും, അതിപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ പറയും. ഞാൻ സിനാനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങൾ ഒരു SMC ICT ഇത് പറഞ്ഞ പോലെ വായിക്കൊള്ളാത്ത ഒരുപാട് ടൈംസോ കാര്യങ്ങളോ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാര്യങ്ങൾ പിക്ക് ചെയ്യാനും പിന്നെ കുറച്ച് അത് ബേസ് ചെയ്തുള്ള കുറച്ച് ടൈംസും കൺസെപ്റ്റും പഠിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം മോശമില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ.
വേറെ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തുണ്ടോ? എന്ന് വന്ന് ക്ലാസ്സിൽ ഇരിക്കല്ലാണ്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? സർഫ്രാസ് എന്തോ പറയാണ്ടായിരുന്നല്ലോ? സാർ എന്നോട് മിണ്ടാണ്ടിരിക്കാൻ മുമ്പ് പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഒന്നും മിണ്ടാത്ത. പോവാ ഭയങ്കര ആളാണ്. എന്താണ് സർഫ്രാസ് കണ്ടിട്ടില്ലേ? ഓക്കെ, ഇതായിരുന്നു ട്രേഡിന്റെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസൺ നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രോങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറഞ്ഞു, പ്ലേസ് ചെയ്തു. ഇവിടെ ഇത് മുന്നേ ഞാൻ പറഞ്ഞ അതേ സെയിം ഏരിയ തന്നെ 23-26 അല്ല ജിൻസാ 23-26 ക്ലോസ് ചെയ്ത് താഴെ ക്ലോസ് ചെയ്താൽ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. ക്ലോസും ചെയ്തു, പക്ഷെ എന്ത് സസ്റ്റെയിൻ ചെയ്തില്ല. ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തില്ല. ക്ലോസ് മാത്രം ചെയ്താൽ പോരാ, സസ്റ്റെയിനും കൂടി ചെയ്യണം. അപ്പോൾ സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും, അവിടെ ഒരു ക്യാൻഡിലെങ്കിലും വന്ന് ക്ലോസ് ചെയ്ത് നിൽക്കണം. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് ക്ലോസ് ചെയ്തില്ല. ഇത് നേരെ വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി, താഴ്ന്ന് നല്ലൊരു പ്രഷർ കിട്ടി. ആ പ്രഷർ പക്ഷെ മുകളിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ മുകളിലും എന്താണ് ഈക്വലി പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മുകളിൽ നീ കണ്ടില്ലേ, ഈ ഒരു ക്യാൻഡിൽ അതുപോലെ തന്നെ മുകളിൽ നിന്നൊരു പിൻബാർ വന്നിട്ടുണ്ട്, ഈക്വലി പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡിലും ഈക്വലി പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ഏരിയയിലേക്ക് പോകുന്നത്, അപ്പൊ അതിന്റെ താഴേക്ക് വന്നിട്ട് കുറച്ചുകൂടി മുകളിൽ കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയേനെ എന്ന് വെച്ചാൽ രണ്ടാമത്തെ വര 23-21 ചിലപ്പോൾ കിട്ടിയേനെ എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് പറയാൻ പറ്റിയിരുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു, അത് മുൻകൂട്ടി തന്നെ ഞാൻ പറയാം. അതിലിപ്പോ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു ക്യാൻഡിൽ വീണ്ടും സ്ട്രോങ് വന്നപ്പോൾ തന്നെ അത് മുകളിലേക്ക് തന്നെ പോകും തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ നല്ലൊരു വടംവലി നടക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി താഴോട്ടേക്ക് വന്നതിനെ എക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒരു 23-21 വരെയെങ്കിലും വന്നേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ലോ ഒന്നുകൂടി ബ്രേക്ക് സംഭവിക്കും. ഇപ്പൊ ഈ കാണുന്ന വലിയ ക്യാൻഡിൽ ഇവിടുന്ന് വന്ന പിൻബാറിന്റെ ക്യാൻഡലിന്റെ ലോ ഒന്നുകൂടി ബ്രേക്ക് സംഭവിച്ചിട്ട് ചിലപ്പോൾ അടുത്ത സപ്പോർട്ടിൽ എടുത്തിട്ട് മുകളിലേക്ക് പോയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എനിവേ ഈ ട്രേഡ് കഴിഞ്ഞു. ഈ ട്രേഡിൽ ആരൊക്കെ ലോസ് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ബ്രേക്ക് വണ്ണായിരിക്കുമല്ലോ, ഞാൻ എല്ലാവരോടും ബ്രേക്ക് വൺ ചെയ്യാൻ പറഞ്ഞതാണ്.